ഹാപ്പി ബർത്ത്ഡേ പാറു. ഞാനും ഹാപ്പി ബർത്ത്ഡേ പാറു. സോ അപ്പം ഞങ്ങൾ രാവിലെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ കഴിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇപ്പോൾ അറിയാം. സർപ്രൈസ് ചെയ്യാൻ അമ്മയും സരസവും ഞാനും കൂടി ഇതാ പാറുവിൻ്റെ ഫ്ലാറ്റിൽ പാറുവിൻ്റെ വീട്ടിലേക്ക് നടക്കുക. ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്ന കാര്യം. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. കലാപരിപാടികൾ ഇതാണ് പറഞ്ഞു നോക്കിയാൽ മതി. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ ട്രിവാൻഡ്രം ലുലു വന്നിട്ട് കുറേ നാളായി വിചാരിക്കുന്നു പോകണം എന്ന്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വലിയ ലുലു ആണ്. ഓക്കെ, ഇവള് പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഏറ്റവും ലാർജസ്റ്റ് ലുലു ആണ് ട്രിവാൻഡ്രത്തുള്ളത്, ഒന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും പാറുവിൻ്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഞങ്ങൾ ലുലുവിലേക്കാണ് പോയത് അല്ലേ? അതെ അതെ. ലുലുന്ന് വലിയ എന്തോ ഷോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് പാറുവിന് എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് വന്നേ. എന്തായാലും മുന്നോട്ട് കാണാം എന്തൊക്കെ വാങ്ങിച്ചു എന്ന്. ആദ്യം തന്നെ ഞങ്ങൾ ലൈഫ് സ്റ്റൈലിലോട്ടാണ് കയറിയത്. ലൈഫ് സ്റ്റൈലിൽ കയറിയപ്പം പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പാറുവിന് എന്തെങ്കിലും വാങ്ങിക്കാം എന്നുള്ളായിരുന്നു. പക്ഷേ നോക്കി വന്നപ്പോൾ അമ്മയ്ക്കൊരു സാരി ഇഷ്ടപ്പെട്ടു. അതവിടെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയി മേടിക്കാമെന്ന്. ലാസ്റ്റ് കാണിക്കാം ഏത് സാരിയാണെന്ന്. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നമ്മൾ ടോണിയൻകൈയിലാണ് കയറിയത്. ടോണിയൻകൈയിൽ കയറിയിട്ട് ത്രെഡിങ്ങിന് കയറി. അമ്മ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അതും കൂടെ ചെയ്തിട്ട് പോകാം. ഞങ്ങൾ 3 ആളും ഓൾറെഡി ത്രെഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവരെന്തായാലും അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തു. അമ്മതേ സുന്ദരമായിട്ട് വന്നു. എങ്ങനെയാണ്? നന്നായിട്ട് ചെയ്തു, സൂപ്പറായത്. അതെ, അപ്പം നിങ്ങൾ ഇതുവരെ ടോണിയൻകൈയിൽ ത്രെഡിങ്ങിനൊന്നും പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ, നൈസാണ്. അത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോയേ? മിനിസോയിൽ കയറി. സച്ചുവിന് ഒരേ നിർബന്ധം മിനിസോയിലെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന്. പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും പോയില്ല. ജസ്റ്റ് കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ എന്നിട്ട് ടൈറ്റൻ്റെ ഷോറൂമിലേക്കാണ് പോയത്. അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു പാറുവിന് എന്തെങ്കിലും വാച്ചോ എന്തെങ്കിലും മേടിക്കണം. കാരണം ലാസ്റ്റ് ഇയറും അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ ബർത്ത്ഡേക്ക് അവൾ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡിലായിരുന്നു. സോ അന്ന് നമുക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ കൂടെ ഉണ്ടാകാൻ പറ്റില്ല. സോ ഈ തവണയെങ്കിലും അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് അവിടുത്തെ വാച്ചൊന്നും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. അവൾ നോക്കി അവൾ അവസാനം പറഞ്ഞു വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം, എന്നിട്ട് അവൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി സോച്ച് എന്ന് പറഞ്ഞ ഒരു ബുട്ടീക്കിൽ കയറി അമ്മയ്ക്ക് ഒന്ന് ടോപ്പൊക്കെ നോക്കി. ദെൻ നമ്മൾ നേരെ അങ്ങോട്ട് പോയ സ്റ്റുഡിയോ. ഇനി നീ പറഞ്ഞു നിന്റെയാണ്. സ്റ്റുഡിയോ പോയി. അവിടെ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറേ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി. ശരി, ഭയങ്കര ഓഫേഴ്സ് ആയിരുന്നു സ്റ്റുഡിയോയിൽ. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രയൽ ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. പാറും ഹാപ്പി, സച്ചും ഹാപ്പി. ഞാൻ പ്രത്യേകിച്ചൊന്നും സ്റ്റുഡിയോ ഒന്നും എടുത്തില്ല. എന്തായാലും നല്ല സെയിലുണ്ട്, എല്ലാവരും പോവാത്തൊരു പോവാം. എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. കാരണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്നു. ഇത് നമ്മുടെ ഞാൻ എറണാകുളത്തെ ലുലുവിലാണ് കൂടുതൽ പോയിട്ടുള്ളത്. അവിടുത്തെ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ കൂടുതലായിരിക്കും. സോ നമുക്ക് ഇത്രയും ലൈക്ക് വൈഡ് ആയിരിക്കത്തില്ല ഷോറൂമൊക്കെ. ഇവിടെ നിന്ന് ഒരു ഷോപ്പ് തന്നെ നല്ല വലിയ ഷോറൂം ആയിരിക്കും. സോ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ടൈം അങ്ങ് പോകും.
ഫൺടൂർ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കയറണമെന്ന്, പക്ഷേ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈവനിങ് തന്നെ തിരിച്ച് പോകണം. അപ്പം ഫൺടൂറിൽ കയറിയാൽ അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അതിനോട് ഷോപ്പിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫൺടൂറെ ക്യാൻസൽ ചെയ്തു. അടുത്ത് നമ്മൾ പോയത് വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ചധികം ഷോപ്പ് ചെയ്തു കേട്ടോ. വെസ്റ്റ് സൈഡിൽ കുറച്ച് അധികം ഓഫേഴ്സ് ഉണ്ട്, നടക്കുന്നുണ്ട് ഇപ്പം, സെയിലൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഷെയ്ഡും പാറു വെച്ച് നോക്കി, ഇതും വെച്ച് നോക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ സെക്കൻഡ് വണ്ണാണ്. സോ അവളതങ്ങ് എടുത്തു. പിന്നെ കുറച്ച് ഡെയിലി വെയർ ടോപ്സും പിന്നെ സച്ചുവിനും പാറുവിനും കോളേജിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസൊക്കെ എടുത്തു അവിടുന്ന്. ആൻഡ് അവിടുത്തെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സത്യത്തിൽ കുറേ ടയേർഡായി നമ്മൾ. ആകെ ഒരു 2-3 ഷോപ്പിലേ കയറുള്ളൂ. അപ്പോഴത്തേനും ഞങ്ങൾ നല്ല ടയേർഡായി. ഇതുണ്ട് അവിടെ സാന്റ, ഇപ്പോഴും ക്രിസ്മസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ ഇപ്പോഴും ആ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ആക്ച്വലി എൻ്റെ നിപ്പ് കണ്ടോ, നല്ല വിശന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ഉറപ്പിലെത്തി ഞങ്ങൾ 3 ആളും അമ്മയും കൂട്ടി പാരഗണിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഡിലേ ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് സീറ്റ് കിട്ടിയത്. അവിടെ കയറി നമ്മൾ വെജ് മീൽസ്, ഫിഷ് കറി, അങ്ങനെ എന്തൊക്കെയോ, ചിക്കൻ 65 അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ആൻഡ് പിന്നെ പാരഗണിലെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ. ആൻഡ് ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ചിക്കൻ 65 കൂടെ ട്രൈ ചെയ്യണം, ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊന്നും ലുലുവിൽ പോകാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ്. വേറൊന്നുമല്ല, ലുലുവിൽ ഇപ്പോൾ ഏത് കോർണറിൽ നോക്കിയാലും സെയിൽ 50, സെയിൽ 70 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽ നടക്കുന്നുണ്ട്. അതേപോലെ കോസ്മെറ്റിക്സിന് ആൻഡ് ക്ലോത്തിങ് സ്റ്റോർ എല്ലായിടത്തും 50%, 70% ഒക്കെ ഓഫ് നടക്കുകയാണ്. ആൻഡ് ഞങ്ങൾ നല്ല പ്രോപ്പർ ടൈമിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാത്ത് ആൻഡ് ബോഡി കയറിയിട്ട് ഒരു മിസ്റ്റ് എടുത്തു. അവിടെ നല്ല ഹ്യൂജ് സെയിലാണ് കേട്ടോ, 70% വരെ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ലുലു സെലിബ്രേറ്റ് ചെയ്ത് നമുക്കൊരു സാരി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. ഈ വീഡിയോ ആക്ച്വലി ഡോക്യുമെൻ്റ് ചെയ്യാനൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാറുവിൻ്റെ ബർത്ത്ഡേക്ക് പാറുവിനൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തേക്കാം, അവൾക്ക് നാളെയാണല്ലോ ഇതൊക്കെ കാണാമല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.